വെൽക്കം ബാക്ക് ടു ചിന്നൂസ് Cherrypicks. ഇന്ന് ആദ്യമായിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നവർക്ക് പോലും വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബിരിയാണി ഉണ്ടാക്കാനുള്ള ഒരു റെസിപ്പിയാണ്. ഇതിൽ നമ്മൾ എസൻസോ ആർട്ടിഫിഷ്യൽ ഇൻഗ്രീഡിയൻസോ കളേഴ്സോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതുപോലെ നമ്മൾ അരിയുടെയും വെള്ളത്തിൻ്റെയും ഒന്നും കൃത്യമായിട്ടുള്ള അളവ് അറിയേണ്ട ആവശ്യമില്ല. അതുപോലെ ദം വെക്കാനായിട്ട് നമ്മൾ കനലോ മൈദ കൊണ്ടുള്ള സീലോ ഒന്നും ചെയ്യേണ്ട. എങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള, കണ്ടാൽ തന്നെ അറിയായിരിക്കും, ബിരിയാണി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ കാണുന്നതിലും ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ മാത്രം കണ്ടാൽ മതി, ആവശ്യമില്ലാത്ത ഒന്നും പറയുന്നില്ല. അപ്പോൾ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമ്മൾ ബിരിയാണി വെക്കാനായിട്ട് മെയിനായിട്ട് 4 സ്റ്റെപ്പാണുള്ളത്. ആദ്യം നമുക്ക് ഫ്ലേവേർഡ് ആയിട്ടുള്ള ബിരിയാണിയുടെ ചോറ് റെഡിയാക്കണം. പിന്നെ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരിയും ഉള്ളിയൊക്കെ ഒന്ന് വറുത്തെടുക്കണം. പിന്നെ ചിക്കൻ മസാല റെഡിയാക്കണം. അതിനുശേഷം നമുക്കിത് 4ാമത്തെ സ്റ്റെപ്പായിട്ട് ദം ചെയ്യണം. ഇതൊന്ന് ലെയർ ചെയ്തിട്ട് ദം ചെയ്യണം. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ബിരിയാണിയുടെ ഫ്ലേവേർഡ് ആയിട്ടുള്ള ചോറൊന്ന് റെഡിയാക്കണം. അതിനായിട്ട് ഞാനിവിടെ 700 ഗ്രാം റൈസാണ് എടുത്തിരിക്കുന്നത്. ബാസ്മതി റൈസാണ്, ഒരു 3/4 കിലോളം ഉണ്ടായിരുന്നു. നല്ല ക്വാളിറ്റിയുള്ള റൈസ് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന റൈസിൻ്റെ. അപ്പോൾ നമ്മളിതൊരു 3-4 വെള്ളത്തിൽ മാത്രം കഴുകിയിട്ട് ഒരു 20 മിനിറ്റ് മാത്രം ഒന്ന് കുതിരാനായിട്ട് വെക്കുക. അതിൽ കൂടുതൽ നേരം കുതിർക്കരുത്. അതിനുശേഷം നമ്മൾ ഊറ്റിയിട്ട് ഇത് മാറ്റി വെക്കുക. ഇനി നമുക്ക് ചോറ് തിളപ്പിക്കുന്ന വെള്ളത്തിൽ ചേർക്കാനുള്ള ഫ്ലേവേഴ്സ് നോക്കാം. അതിനായിട്ട് 2 ബേ ലീവ്സും 4-5 ഗ്രാമ്പൂ, 4 ഏലക്കായും 2 ചെറിയ കഷ്ണം പട്ടയും ഒരു നുള്ള് പെരുംജീരകവും അല്ലെങ്കിൽ ഫെനൽ സീഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ചോറ് വെക്കുന്ന പോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അതിനായിട്ട് ഒരു കലത്തിൽ 3/4 ഭാഗത്തോളം വെള്ളം വെച്ചതൊന്ന് തിളപ്പിക്കുക. ഇതൊന്ന് ആവി വന്ന് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഫ്ലേവേഴ്സിന് വേണ്ടിയിട്ടുള്ള സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ബേ ലീവ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, കാരണം എൻ്റെ തീരെ മണമില്ലാത്തതുകൊണ്ടാണ്. നിങ്ങളൊരു 2 എണ്ണം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മളൊരു 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഈ ഉപ്പ് ഒന്ന് ഇട്ടിട്ട് ഇളക്കിയിട്ട് ടേസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ് നല്ലപോലെ അറിയണം, ഇച്ചിരി മുന്നിൽ നിൽക്കണം, എന്നാലേ നമ്മുടെ അരിക്ക് കറക്റ്റായിട്ട് ഉപ്പ് വരത്തുള്ളൂ. ഇനി ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നല്ല വെട്ടി തിളച്ചതിന് ശേഷം വേണം നമ്മൾ അരി ഇട്ട് കൊടുക്കാനായിട്ട്. ഇത് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അരിയാണ്. നമ്മളൊരു 20 മിനിറ്റിൽ കൂടുതലായിട്ട് ഇത് കുതിരാൻ വെക്കരുത്. അരി ഇട്ടതിന് ശേഷം ഒരു 1 മിനിറ്റെങ്കിലും എടുക്കും ഇതൊന്ന് തിളയ്ക്കാനായിട്ട്. അത്രയും നേരം നമ്മൾ ഫ്ലെയിം ഹൈയിൽ തന്നെ വെച്ചേക്കുക. ഒരു 1 മിനിറ്റ് കൊണ്ട് ഇത് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ചതിന് ശേഷം നമുക്ക് തീ ഒന്ന് കുറച്ചൊരു മീഡിയം ലോയിലോട്ടൊക്കെ മാറ്റിയിട്ട് ഇതിങ്ങനെ ഇരുന്ന് തിളച്ചതൊന്ന് വേവണം. ഈ സമയത്ത് ഞാൻ കുറച്ച് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു അരമുറി നാരങ്ങാനീര് നമുക്ക് ചേർത്ത് കൊടുക്കാം. നാരങ്ങാനീരും നെയ്യും ഒക്കെ ഫ്ലേവറിന് വേണ്ടി മാത്രമല്ല, ഈ ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കും. ഇപ്പോൾ ഒരു 6 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ വേവ് നോക്കാം. ഒരു 3/4 വേവ് ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് അപ്പോൾ തന്നെ ഒന്ന് ഊറ്റി മാറ്റി വെക്കണം. ഞാൻ സാധാരണ ചോറ് ഏറ്റവും ലാസ്റ്റാണ് ഉണ്ടാക്കാറ്. ഇതിപ്പോൾ വീഡിയോയിൽ ഞാൻ ആദ്യം കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഊറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ അരി ഒരു 3/4 വേവേ ആയിട്ടുള്ളൂ, പക്ഷെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ബാക്കി നമ്മൾ ദം ചെയ്യുമ്പോഴാണ് ഇതിരുന്ന് കുക്കാവുന്നത്. ഇത് ഞാനൊരു തുറന്ന പാത്രത്തിൽ ഒന്ന് ഇട്ട് വെക്കും, ഇതിൻ്റെ ഒട്ടിപ്പിടിക്കാതിരിക്കും. ഇതിങ്ങനെ ചെയ്യണം നിർബന്ധമില്ലെങ്കിലും ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു വലിയ പാത്രം ഇതുപോലെ കുറച്ചൊന്ന് നേരത്തെ ഇട്ട് വെക്കാമെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഞാനിങ്ങനെയൊന്ന് ഇട്ട് വെക്കുന്നുണ്ട് ആവി പോകുന്ന ഒരു പാത്രത്തിലോട്ട്. വളരെ എളുപ്പത്തിൽ നമ്മൾ ഫ്ലേവേർഡ് ആയിട്ടുള്ള റൈസ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. ഗാർണിഷ് ചെയ്യാനായിട്ടുള്ള ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു 4 വലിയ സവോള ഇതുപോലെ തിന്നായിട്ട് വേണം നമ്മൾ അരിഞ്ഞെടുക്കാനായിട്ട്. എന്നിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. നിങ്ങൾ ആദ്യം അണ്ടിപ്പരിപ്പ് മുന്തിരിയും നെയ്യിലൊന്ന് വറുത്തിട്ട് വേണം അതേ പാത്രത്തിലോട്ട് എണ്ണ ഒഴിച്ച് ഉള്ളി വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം അണ്ടിപ്പരിപ്പും മുന്തിരിയും വേണം വറുത്തെടുക്കാൻ, അത് ഞാൻ കാണിക്കാം. അപ്പോൾ ആദ്യം നമുക്കിതുപോലെ എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം മാത്രം ഉള്ളി ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉള്ളി എങ്ങനെയാണ് വറുക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പറയുവാണ്. ഇതുപോലെ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള, തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ഉള്ളി വറുത്തെടുക്കാം. നമ്മൾ ഉള്ളി ഒന്ന് ഞെവടിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അതുപോലെ മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഒരു ലൈറ്റ് പിങ്ക് അല്ലെങ്കിൽ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും മീഡിയം ഹൈയിൽ നിന്ന് മീഡിയം ലോയിലോട്ട് ഫ്ലെയിം മാറ്റുക. അതിനുശേഷം വളരെ പെട്ടെന്ന് ഒരു സെക്കൻഡ്സ് കൊണ്ട് തന്നെ ഇത് കളർ മാറി അങ്ങ് ബ്രൗൺ ആവും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ കോരി മാറ്റുക. അപ്പോൾ നമ്മളിതുപോലെ കോരി മാറ്റിയ ഉടനെ തന്നെ ഇതുപോലെ ടിഷ്യൂ പേപ്പറിലോട്ട് ഒന്ന് വിടർത്തിയിടണം. വളരെ പെട്ടെന്ന് ഇത് തണുക്കുന്നതിന് മുന്നേ തന്നെ നമ്മളിത് നിവർത്തിയിടണം, എന്നാലേ നമ്മൾ ഒട്ടിപ്പിടിക്കാതെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ. അതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. അതുപോലെ തന്നെ നമ്മൾ ഒന്നെങ്കിൽ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ നെയ്യിൽ വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ബാക്കിയും കൂടെ വറുത്തെടുത്തിട്ടുണ്ട്. ഞാനൊരു 2.5 ട്രിപ്പായിട്ടാണ് വറുത്തെടുത്തത്. നമുക്ക് ഇതേ എണ്ണയിലോട്ട് തന്നെ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തതിന് ശേഷം വേണം വറുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് കറുപ്പൊക്കെ കാണും. എനിക്കൊരു അബദ്ധം പറ്റിയാണ്, നല്ല വിഷമമുണ്ട്. ഉള്ളി വറുക്കുന്നതാണൊക്കെ അല്ല, ടെമ്പറേച്ചർ മീഡിയം ലോയിൽ വെച്ച് വേണം നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമ്മളങ്ങ് കോരി മാറ്റണം, ഒരുപാട് നേരം വെക്കാതിരിക്കും. അപ്പോൾ മുന്തിരി ഇതുപോലെ തന്നെ നമുക്കൊരു ചെറിയ തീയിൽ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഈ ഒരു കളറാകുമ്പോൾ നമുക്കങ്ങ് കോരി മാറ്റുകയും വേണം. അപ്പോൾ നമ്മുടെ ഉള്ളി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്.
ഇത് ഞാൻ 2 പാത്രത്തിലായിട്ടാണ് ഇത് നിവർത്തിയിട്ടത്. തണുക്കുന്നതിന് മുന്നേ നിവർത്തിയിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ജോലികൾ ഇതുപോലുള്ളതൊക്കെ തലേ നമുക്ക് ചെയ്തു വെച്ചാലും ഒരു കുഴപ്പമില്ല. ഇതൊരു സിപ്പ് ലോക്ക് ബാഗിൽ അല്ലെങ്കിൽ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും ക്രിസ്പിനെസ് പോകാതെ ഇതുപോലെ തന്നെ നല്ല വിട്ട് ക്രിസ്പിനെസ് എന്തിനാന്ന് വെച്ചാൽ തമ്മിൽ ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് നമുക്കിത് കിട്ടും. അപ്പോൾ രാത്രിയിൽ നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളിയൊക്കെ വറുത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഗാർണിഷിങ്ങിനുള്ള സ്റ്റെപ്സ് കഴിഞ്ഞു. ഇനി ഒരു സ്റ്റെപ്പും കൂടെ ഉള്ളൂ. നമ്മുടെ ചിക്കൻ മസാല റെഡിയാക്കണം. അതിനായിട്ട് ഞാനിവിടെ കൃത്യം 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു മീഡിയം സൈസ് പീസാണ് എടുത്തിരിക്കുന്നത്, വലിയ പീസസ് അല്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കടകളിലൊക്കെ കിട്ടുന്ന പോലെ വലിയ പീസസ്, അതായത് ഒരു 8 പീസായിട്ട് മാത്രം കട്ട് ചെയ്ത് വേണമെങ്കിൽ. നമുക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഇതിലോട്ട് 4 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക. കട്ട തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. നമ്മളിതൊരു 1/2 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കണം ഫ്രിഡ്ജിൽ. കൂടുതൽ നേരം വെക്കാമെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. നമ്മൾ ബാക്കി പണികളൊക്കെ തീരുന്നത് വരെ ഞാനിതൊന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ചിരിക്കുവാണ്. ഇനി നമ്മൾ നേരത്തെ വറുത്ത അതേ എണ്ണയിലോട്ട് ഒരു 1/2 കിലോ സവാളയുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. 1 കിലോ ചിക്കന് 1/2 കിലോ സവാളയുള്ളി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് കുറച്ച് ഉപ്പും ചേർത്ത് നമുക്ക് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്കിതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു 7-8 പച്ചമുളകും 12-15 അല്ലി വെളുത്തുള്ളിയും ഈ വലിപ്പത്തിലുള്ള 3 ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ട്. അപ്പം നല്ല എരിയുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ 8 എണ്ണം എടുത്തത്. ഒരു മീഡിയം എരിയുള്ള പച്ചമുളകാണെന്നെങ്കിൽ ഒരു 10-12 എണ്ണമൊക്കെ എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചതച്ച് മാത്രം എടുക്കുക. അപ്പോൾ ഈ 3 എണ്ണം കൂടെ ചതച്ചെടുത്തത് ഞാൻ ഉള്ളിയിലോട്ട് ചേർത്ത് കൊടുത്ത് ആ പച്ച മണം മാറുന്നിട വരെ നമ്മളിതൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ആ ഒരു കുത്തലുള്ള മണം മാറി നല്ലൊരു മണമാവും. അതിനൊരു 4-5 മിനിറ്റെങ്കിലും എടുക്കും. എനിക്കിപ്പോൾ ഒരു 5 മിനിറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല മണമൊക്കെ മാറി നല്ല വഴണ്ടി കഴിയുമ്പോൾ മാത്രം നമ്മൾ പൊടി ചേർത്ത് കൊടുക്കുക. അതിനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയുമാണ് ചേർത്ത് കൊടുത്തത്. നമ്മളിതിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നേ ഇല്ല. എരിയെല്ലാം പച്ചമുളകിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കും. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പം ഇതുപോലെ ഇരിക്കണം നമ്മുടെ ഉള്ളിയുടെയൊക്കെ ഒരു പരുവം. ഇനി നമുക്കൊരു 2 ടേബിൾ സ്പൂണിൽ കൂടുതലായിട്ട് കാഷ്യൂനട്ട് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്ത അണ്ടിപ്പരിപ്പാണ് അരച്ചെടുക്കുന്നത്. നേരത്തെ സോക്ക് ചെയ്ത് വെക്കാൻ മറക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലോട്ട് ഒരു പിടി കാഷ്യൂനട്ട്സ് ചേർത്ത് കൊടുത്ത് അതിൽ നിന്ന് ആ കാഷ്യൂനട്ട്സ് മാത്രം മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കുന്നതാണ്. കാഷ്യൂനട്ട് പേസ്റ്റ് ചേർത്ത് കൊടുത്ത് ഒരു മിനിറ്റൊക്കെ ഒന്ന് ഇളക്കുമ്പോൾ ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരും. അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഫ്രിഡ്ജിൽ നിന്ന് ഒരു 10 മിനിറ്റ് മുന്നേ എങ്കിലും ഇതെടുത്ത് പുറത്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ 1/2 മണിക്കൂറെങ്കിലും മിനിമം മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ചേക്കാം. നമുക്ക് നല്ലപോലെ ഒന്ന് ഹൈ ഫ്ലെയിമിലോട്ട് തീ മാറ്റിയിട്ടൊന്ന് 3-4 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം വഴറ്റുന്നതെല്ലാം ലോ ഫ്ലെയിമിൽ ചെയ്തിട്ട് ചിക്കൻ ചേർത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിലോട്ടാക്കി ഒരു ചെറിയൊരു ലൈറ്റ് ഗോൾഡൻ കളർ ചിക്കൻ്റെ മുകളിലൊക്കെ വരുന്നത് വരെ ഒന്നിത് വഴറ്റിയെടുക്കുക. ഒരു 4-5 മിനിറ്റ് നമ്മളൊന്ന് ഹൈ ഫ്ലെയിമിലൊന്ന് വഴറ്റിയതിന് ശേഷം ഒരു 1/4 കപ്പ് മിൻറ്റ് ലീവ്സ് പുതിനയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം 1/2 കപ്പ് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കണം. ഈ കപ്പ് വലുതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മിൻറ്റ് ലീവ്സിൻ്റെ അളവ് മല്ലിയിലയുടെ പകുതിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം 1/2 കപ്പ് മല്ലിയിലയും 1/4 കപ്പ് പുതിനയിലയും ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയിൽ നിന്ന് ഒരു പിടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഇത്രയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല മണവുമാണ് ഈ സമയത്തൊക്കെ വരുന്നത്. കണ്ടില്ലേ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഞാനൊരു 2 മിനിറ്റ് കൂടെ ഇതൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ മുങ്ങാൻ മാത്രം വെള്ളം ആവശ്യമില്ല. നമ്മളിത് ഇളക്കി എടുക്കുമ്പോഴത്തേക്കും അടിയിൽ ഇതുപോലെ കുറച്ച് വെള്ളം വേണം. ഈ ഒരു അളവിന് നമ്മൾ ചൂടുവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ഇളക്കി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് വേവ് അധികമില്ല. അതുപോലെ തന്നെ നമുക്കിത് കുറച്ച് ഗ്രേവിയോടുകൂടി തന്നെയാണ് വേണ്ടത്. കാരണം നമ്മളിതൊരു 1/2 മണിക്കൂറെങ്കിലും ദം ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് 1/4 വേവായാൽ മതി. അപ്പോൾ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിതൊന്ന് തുറന്ന് നോക്കി. അപ്പം വെള്ളം കണ്ട ആരും പേടിക്കണ്ട, നമുക്ക് ഈ ഒരു തിക്നെസ്സിൽ തന്നെ ഗ്രേവി വേണം. അപ്പോൾ ഒരു 2-3 മിനിറ്റും കൂടെ ഒന്ന് തുറന്ന് വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ചിക്കൻ മസാല ഇരിക്കുന്നത്. നല്ല മണമുള്ള, നല്ല മധുരമുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണ്. അപ്പോൾ നമ്മുടെ 3 സ്റ്റെപ്പും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പാണ് ഇത് ലെയർ ചെയ്ത് ദം ചെയ്യണം. അതിനായിട്ട് ഇതുപോലൊരു വലിയ പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് അടി കട്ടിയുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇനി നമുക്ക് ദം ചെയ്യുമ്പം ഫ്ലേവറിനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതിനായിട്ടൊരു 1/4 കപ്പ് പാലിലോട്ട് ഒരു നുള്ള് സാഫ്രൺ അല്ലെങ്കിൽ കുങ്കുമപ്പൂ ചേർത്ത് കൊടുക്കാം.
ഇത് വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇതില്ലാന്നുണ്ടെങ്കിൽ തന്നെയും നല്ല ഫ്ലേവറിൽ നമുക്ക് ബിരിയാണി കിട്ടും. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കുതിരാനായിട്ട് ഒരു 15-20 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇത് നിങ്ങൾക്ക് നേരത്തെ ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ചിക്കൻ്റെ പീസസ് എടുത്ത് മാറ്റിയിട്ട് കൂടുതലും ഗ്രേവി അടിയിലത്തെ ലെയറിലൊന്ന് ഇട്ട് കൊടുക്കണം. കാരണം നമുക്ക് താഴെ അത് കരിയാതിരിക്കാനായിട്ട് ഇങ്ങനെ ചെയ്യുന്ന സഹായിക്കും. ഒരു 1/4 ഗ്രേവിയും താഴത്തെ ലെയറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ചോറ് വിതറി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലേവേർഡ് ആയിട്ടുള്ള റൈസ്, ബാസ്മതി റൈസ്, ഇതെല്ലാം ഒരു 1/4 വേവേ ആയിട്ടുള്ളൂ. നമ്മൾ കുറച്ച് കൂടുതൽ നേരം ദം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് നേരം ദം ചെയ്യാനില്ല എന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഇതെല്ലാം കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളിയും പിന്നെ കുറച്ച് പൈനാപ്പിളിൻ്റെ പീസസ്, ഞാൻ ഒരുപാട് ചേർത്ത് കൊടുക്കുന്നില്ല, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഇപ്പോഴാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെയൊക്കെ എണ്ണയിലാണ് ബാക്കിയെല്ലാം ചെയ്തെടുത്തത്. അപ്പം ആവശ്യത്തിന് നെയ്യ് നല്ലപോലെ തൂക്കി കൊടുക്കുക. പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കുങ്കുമപ്പൂ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒരു മടി കാണിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ലെയറിങ്. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യുമ്പോൾ മുകളിൽ മാത്രമായിട്ട് എല്ലാം ഇട്ട് കൊടുത്താൽ നല്ല ഫ്ലേവർ കിട്ടില്ല. പ്രത്യേകിച്ച് നമ്മളിത് മുകളിൽ കനലൊന്നും ഇടുന്നില്ല. അപ്പോൾ അടിയിൽ നിന്നാണ് എല്ലാ ഫ്ലേവറും വരേണ്ടത്. അപ്പം നമ്മൾ എല്ലാ ലെയറിലും കഴിവതും എല്ലാ ഐറ്റംസും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗ്രേവിയും ചിക്കൻ പീസസും വെച്ച് ചെറിയൊരു ലെയർ റൈസ് ചേർത്ത് കൊടുത്തു. പിന്നെ മുകളിലായിട്ട് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തു കൊടുത്തു. അവസാനമായിട്ട് നമ്മൾ ചിക്കൻ മസാല ഉണ്ടാക്കിയ പാത്രത്തിൽ നമ്മുടെ റൈസ് കുറച്ച് മിക്സ് ചെയ്ത് അതും ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ബാക്കിയെല്ലാം നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ലെയറിങ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഒരു തവയൊന്ന് അടുപ്പത്ത് ചൂടാക്കാനായിട്ട് വെക്കണം. അതിൻ്റെ മുകളിൽ നമ്മുടെ ഈ ബിരിയാണി പാത്രം വെച്ചിട്ടാണ് നമ്മളിത് ദം ചെയ്തെടുക്കുന്നത്. അലുമിനിയത്തിൻ്റെയോ അല്ലെങ്കിൽ ഹാർഡനൈസ്ഡ് ഒക്കെ തവയുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് തീയിൽ നമുക്കിത് ഒരുപാട് നേരം ദം ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിനി ഇത് തവയുടെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. ഞാനിന്നിപ്പോൾ പഴയ ഒരു നോൺ സ്റ്റിക്കിൻ്റെ തവയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ അയണിൻ്റെ തവയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഡ്യൂറേഷൻ കുറച്ച് മതി. കാരണം എത്ര നമ്മൾ തീ കുറച്ച് വെച്ചാലും ആ പാത്രം കുറച്ചുകൂടെ ഒന്ന് ചൂടാകും. നമ്മളൊരു ആദ്യം ഒരു 2 മിനിറ്റ് ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് ദം ചെയ്യാനായിട്ട്. എൻ്റെ ഒരു 45 മിനിറ്റ് എടുത്തു ആവി വരാനായിട്ട്. കാരണം അലുമിനിയത്തിൻ്റെ നോൺ സ്റ്റിക്ക് തവ ആയതുകൊണ്ട് ചെറിയ ചൂടിലാണ് ഇത് ദം ആയത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് സീൽ ചെയ്യാം, പക്ഷേ ഞാനങ്ങനെ ചെയ്യാറില്ല. അതിന് പകരം ഒരു നനഞ്ഞ തുണി ഇതുപോലെ ഇട്ട് കൊടുത്താലും മതി. അതല്ലാന്നുണ്ടെങ്കിൽ വെയിറ്റ് മുകളിൽ വെച്ച് കൊടുക്കാം. ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമുള്ള ബർണറിൽ വെച്ചിട്ട് ദം ചെയ്യാമെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ആവി വരുന്നിട വരെ ഇത് ദം ചെയ്യുക. ആവി വന്നതിന് ശേഷം അപ്പോഴേ നമ്മൾ തുറക്കരുത്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം തുറന്ന് നോക്കുക. അപ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ വരുന്നതൊക്കെ. ആക്ച്വലി ഞാനിത് നേരത്തെ ഒന്ന് തുറന്നായിരുന്നു കേട്ടോ. അപ്പം ക്യാമറ റെക്കോർഡിംഗ് അല്ലായിരുന്നു. അപ്പം ആവി വരുന്നതൊന്നും കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത് കുറേ നേരം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ എല്ലാ ജോലിയും കഴിഞ്ഞിട്ടാണ് പിന്നെ വന്ന് നോക്കുന്നത്. അപ്പോൾ അതങ്ങനെ ഇരുന്നൊന്ന് തണുത്തതിന് ശേഷമാണ് ഇത് നല്ല ഫ്ലേവറൊക്കെ പിടിച്ച് വരുന്നത്. ഒരു 2-3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. നേരത്തെ ബിരിയാണി ഉണ്ടാക്കി വെക്കുക. നല്ല വിട്ട് നല്ല വെന്ത് നല്ല മണമൊക്കെ ഉള്ള ഒരു ബിരിയാണിയാണ്. എനിക്ക് നല്ല വിഷമമുണ്ട്, അത് റെക്കോർഡിംഗ് അല്ലായിരുന്നു, നല്ല ആവി വരുന്നത് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾ ആവി വരുന്നിട വരെ ഇത് ദം ചെയ്യണം. അപ്പോഴാണ് ഇത് വെന്ത് കിട്ടുക. എൻ്റെ ഒരു 45 മിനിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് ആവി വരാനായിട്ട്. അപ്പോൾ അതിനുശേഷം നമ്മളിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് ചേർത്ത് ഗാർണിഷ് ചെയ്തൊന്ന് അടച്ചു വെക്കാം. നമ്മളിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാതെ ഒരു മണിക്കൂറൊക്കെ ഇതൊന്ന് വെച്ചിട്ട് സെർവ് ചെയ്യാനാണ് ഏറ്റവും നല്ലത്. മിനിമം 1 മണിക്കൂർ. നമ്മൾ ഒരുപാട് നേരം ദം വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ചെറിയ തീയിൽ ഇതുപോലെ ഞാൻ പറഞ്ഞ കണക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ലതാണ്. നിങ്ങൾക്ക് അത്രയും ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുക. 1/4 വേവിന് പകരം കുറച്ചുകൂടെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. എല്ലാവരും ഇതുപോലെ തന്നെ സ്കിപ്പ് അടിക്കാതെ കണ്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഫോട്ടോസൊക്കെ അയച്ചു തരിക. അതിനായിട്ട് ഫേസ്ബുക്ക് പേജുണ്ട്, ചിന്നൂസ് ചെറിപിക്സ് എന്ന് തന്നെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.